കല്യാണം കഴിക്കാമെന്ന് വാക്കു കൊടുത്തപ്പോഴേക്കും വേണുഗോപന്റെ കൂടെ കയറി കിടന്ന തന്റെ പെങ്ങട് അത്രയും തരം താഴ്ന്നു പോയിട്ടില്ല ഞാൻ. ജീവിതത്തിൽ ഒരാളെ എന്റെ അനിയത്തി സ്നേഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ആ ഒരാളെ അവളുടെ മനസ്സിലുള്ളൂ, വേണുഗോപൻ മാത്രം. ഞാനും ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ആ ഒരാളെ എന്റെയും മനസ്സിലുള്ളൂ, വേണുഗോപൻ. അംബികയോട് വെറുതെ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ടെന്ന് പറ, തോറ്റുപോകും. നീ ഇങ്ങനെ പറയുന്നത് പോലെ തോൽപ്പിച്ച് നേടാൻ മാത്രം അത്ര വലിയ മനുഷ്യനൊന്നും അല്ല വേണുഗോപൻ. ഒരു കുട്ടിയായി പോയതിന്റെ ഗതികേട്. അല്ലെങ്കിലേ വിളിച്ചോണ്ട് പോയനെ ഞാൻ എന്റെ പെങ്ങളെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതിനൊരു അവസാനം ഉണ്ടാവും. സത്യം, നിന്റെ നാശം കൊണ്ട് ഇത് അവസാനിക്കും. 19,000 sir. This is too much. കത്തിയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ബില്ല്. വാട്ട് കാൻ ഐ ഡു സർ? ബില്ല് നിശ്ചയിക്കുന്ന ഞാനല്ല. ഐ ആം ഹെൽപ്ലെസ്. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. ബില്ല് തരാന്ന് പറഞ്ഞ് കിട്ടിയില്ല. പേഷ്യന്റിന്റെ പേര് മൈന അർജുനൻ. മൈനയുടെ ബില്ല് സെറ്റിൽ ചെയ്തല്ലോ. ആര്? ഹരിശങ്കർ സാർ. ഇപ്പോഴാ. ഹലോ. ആ ഇപ്പൊ എത്തിക്കോളാം. ബില്ല് 19,000. സാറേ ഒന്ന് നിന്നേ. അങ്ങനെ കൊച്ചാക്കരുത് എന്നെ. മൈന എന്റെ ഭാര്യ. അവളുടെ ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാൻ എനിക്കറിയാം. ആര് കൊടുത്താൽ എന്താ അർജുന? അവൾക്ക് വേണ്ടിയല്ലേ? ആ കൊടുക്കലൊക്കെ അങ്ങ് നിർത്തും. ചെല്ലും ചെലവും ചെയ്ത് ഉടുപ്പും അടിയുടുപ്പും വാങ്ങിച്ചു കൊടുക്കലൊക്കെ പണ്ട്. അർജുന പതുക്കെ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. എന്റെ ഭാര്യയുടെ ബില്ല് സെറ്റിൽ ചെയ്യാൻ സാർ ആരാ? അവളുമായിട്ട് സാറിന്റെ ബന്ധം എന്തുവാ നിനക്കറിയില്ലേ? ഇല്ല. പെങ്ങളാണെന്നും പറഞ്ഞ് കൊണ്ടു നടന്ന പെങ്ങളാവോ സാറേ? എന്റെ അറിവിൽ മരിച്ചുപോയ ഹെഡ് കോൺസ്റ്റബിൾ വിശ്വംഭരന് 2 മക്കളേ ഉള്ളൂ. ഈ നിൽക്കുന്ന ഹരിശങ്കറും വീട്ടിലിരിക്കുന്ന മാനസയും. പിന്നെ എന്റെ ഭാര്യ വകയിൽ ആരായിട്ട് വരും സാറിന്റെ? സെറ്റപ്പ് ആണെങ്കിൽ അത് പറ, ഞാനങ്ങ് ക്ഷമിച്ചോളാം. നീ കളിക്കില്ല എന്നോട്. എന്നെ ശരിക്കറിയാലോ നിനക്ക്. അനാവശ്യം പറഞ്ഞ പൊട്ടിക്ക് ഞാൻ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഒരു ചുക്കും ചെയ്യില്ല സാറേ. പെങ്ങള് വരുന്നത് കണ്ടില്ലേ? അനുഭവിക്കാൻ പോകുന്ന അവളാ. അറിയാലോ, എന്നെ ശരിക്കറിയാലോ. പൊട്ടിക്ക് ഞാൻ അവൾ കിട്ടും. എന്താ ഏട്ടാ? ഒന്നുമില്ല. എന്താ അർജുനേട്ടാ? 20,000. വാടി. അല്ല, ഇങ്ങനത്തെ അവസരത്തിലാണല്ലോ അവരുടെയൊക്കെ ആവശ്യം. കുടുംബക്കാരെങ്ങനെയാ? നീ ഗർഭിണിയായ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ രണ്ടുപേരും കാര്യമായിട്ട് നോക്കും. വാ മോളെ, ഇന്നു മുതല് ഞാൻ ഗർഭശുശ്രൂഷ തുടങ്ങും. വാ. മുത്തശ്ശൻ എന്നെ നാക്കി പറഞ്ഞതല്ലേ ആദ്യം? അങ്ങനെ വിചാരിക്കണ്ട. പിന്നെ നീ ഒരു അത്ഭുതം എനിക്ക്. എന്താ? അവരെ സ്വീകരിക്കാൻ നീ കാണിച്ചൊരു മനസ്സ് പണ്ട് എനിക്കുണ്ടായിരുന്നെങ്കിൽ 1 ഡസൻ പേരെങ്കിലും നീ ഇന്ന് മുത്തശ്ശിന്ന് വിളിച്ചേനെ. ഇനി കട്ടിലിൽ നിന്ന് എഴുന്നേക്കണ്ട. എല്ലാം ചേച്ചി നോക്കിക്കോളാം. ആഹാരം തരുന്നതും തുണി അലക്കുന്നതും മരുന്ന് തരുന്നതും കുഴമ്പ് തേപ്പിക്കുന്നത് മുതല് കുളിപ്പിച്ച് കിടത്തുന്നത് വരെ ചേച്ചിയായിരിക്കും. ചേച്ചി പറയുന്ന വാക്കുകളിൽ പറയാത്ത വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും ഒളിഞ്ഞു കിടക്കുന്നു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല.
അർജുനൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ മുതല് നീ ഞങ്ങളുടെ സ്വന്തം. നിന്റെ കുഞ്ഞെന്നെ അമ്മായിന്ന് വിളിക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുക ഞാൻ. ഞാൻ എങ്ങനെയാ വീണതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കാല് വഴുതി പോവാൻ മാത്രം സ്റ്റെയർ കേസിന്റെ പടിയിൽ വഴുക്കലുണ്ടായിരുന്നു. ഓ, അതെങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോ വല്ല വെള്ളവും മറ്റോ വീണ് കിടന്നോ? അറിയില്ല, പെട്ടെന്നായിരുന്നില്ലേ. പടിക്കെട്ടിന്റെ മുകളില് വെള്ളം വീഴാൻ ഒരു സാധ്യതയില്ല. അർജുനേട്ടാ, എനിക്കൊരു കാര്യം പറയണം. എന്താ മൈനെ? ഈ വീട്ടിലുള്ളവരാരും ആത്മാർത്ഥമായിട്ടല്ല എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. മുത്തശ്ശനും ആശേച്ചിക്കും പേടി ഞാൻ ഇറങ്ങിപ്പോയാ അർജുനേട്ടൻ എന്റെ കൂടെ വരുമോന്നാ. എനിക്കറിയാം മനസ്സിൽ മറ്റൊന്നാണെന്ന് മുഖവും വാക്കുകളും വിളിച്ചു പറയുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നൊരു പെണ്ണാ ഞാൻ. ഒക്കെ നിന്റെ തോന്നലാണെന്നേ ഞാൻ പറയൂ. ഇനി അഥവാ ശരിയാണെങ്കിൽ തന്നെ അവരല്ലല്ലോ, ഞാനല്ലേ നിന്നെ സ്നേഹിക്കേണ്ടത്. അല്ല, അർജുനേട്ടൻ എന്നെ സ്നേഹിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എത്ര സ്നേഹിച്ചാലും എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയില്ല. എന്റെ ഗതികേട് കൊണ്ടാ ഞാനിവിടെ താമസിക്കുന്നത്. ഇറങ്ങിപ്പോയാ പാവം എന്റെ ഹരിയേട്ടനെ എല്ലാരും കൂടി സംശയിക്കും. അപ്പോ ഹരിയേട്ടനല്ലേ നിന്റെ കുഞ്ഞിന്റെ? എന്റെ കുഞ്ഞിന്റെ പിതൃത്വം വിളിച്ചു പറയേണ്ട കാര്യം എനിക്കില്ല.